അപ്പോൾ ഹലോ ഗായ്സ്, എല്ലാവരും കാത്തിരുന്ന നമ്മുടെ മേക്കപ്പ് ട്രാൻസ്ഫോർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് ജിത്തു ബ്രോ. ഇന്ന് ഈ ബ്രോയുടെ മേക്കപ്പ് വീഡിയോ ആണ് കാണുന്നത്. അതുകൂടാതെ ഞാൻ കഴിഞ്ഞ ഇട്ട ഓർണമെന്റ്സിന്റെ വീഡിയോയ്ക്ക് നല്ല ഇഷ്ടം പോലെ കമന്റുകൾ കിട്ടുകയും നല്ല പോസിറ്റീവ് റിവ്യൂ എനിക്ക് കിട്ടുകയും ചെയ്തു. ആ വീഡിയോയിൽ നല്ല അവതരണം ഇഷ്ടം പോലെ പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് ആയിട്ടും യൂട്യൂബ് കമൻ്റ് ആയിട്ടും ഇട്ടു. അതിനെല്ലാം റിയലി താങ്ക്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇന്നത്തെ വീഡിയോ ഞാനും അമ്മയും കൂടാണ് ചെയ്യുന്നത്. ജിത്തുവിന്റെ ഈ മേക്കപ്പ് വീഡിയോ എടുക്കാനുള്ള മെയിൻ കാരണം എന്താണെന്ന് അറിയാമോ? കഴിഞ്ഞ വർഷം ചമയവിളക്ക് മഹോത്സവത്തിന്റെ വീഡിയോ ഇട്ട് കണ്ട് ഒരാഴ്ച കഴിഞ്ഞ അന്ന് മുതൽ തൊട്ടേ എനിക്ക് ഒരുപാട് പേര് കോളും മെസ്സേജും ചെയ്യുന്നുണ്ട്, ഒരു വീഡിയോയും കൂടെ ചെയ്യുമോ എന്ന്. അപ്പം ഞങ്ങൾ അന്ന് മുതൽ തീരുമാനിച്ച ഒരു കാര്യമാണ്, നമ്മുടെ ഈ പ്രാവശ്യത്തെ ചമയവിളക്കിന് മുമ്പ് നമുക്ക് എന്തായാലും ഒരു വീഡിയോ ഇടണം എന്നുള്ളതും നല്ലൊരു മേക്കപ്പ് ചെയ്യണം എന്നുള്ളതും. പിന്നെ പ്രത്യേക ഒരു കാരണം എന്ന് പറയുന്നത്, ഞാനിപ്പം ഈ ചമയവിളക്കിന് വേണ്ടി കുറേ മേക്കപ്പ് പ്രോഡക്റ്റ് എടുത്ത്, അപ്പോൾ നമുക്കൊരു പുതിയൊരു വർക്ക് ചെയ്ത് നോക്കാം, ഒരു ട്രയൽ ആവുകയും ചെയ്യും, ഒരു വീഡിയോ ആവും എന്നുള്ള മെത്തേഡിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഞങ്ങൾ 2025 ചമയങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ തൊട്ട് പ്ലാൻ ചെയ്യുകയാണ് ഇതേപോലെ ഒരു ഷൂട്ട്. പക്ഷേ ഇപ്പോഴാണ് ഞങ്ങൾ 2 പാർട്ടിക്ക്, എന്ന് വെച്ചാൽ ജിത്തു ബ്രോയ്ക്കും ഞങ്ങൾക്ക് ഇപ്പോഴാണ് ഒന്ന് ഷൂട്ട് എടുക്കാൻ പറ്റിയത്. മാർച്ച് മാസം ഫസ്റ്റ് തന്നെ ഞങ്ങൾ ഷൂട്ട് തീർത്തു. പിന്നെ ഈ ജിത്തു ബ്രോൻ്റെ പോസിറ്റീവ്സ് ആയിരുന്നു പറഞ്ഞാൽ, ജിത്തു ബ്രോ എല്ലാത്തിനും ചാടിക്കുന്ന ഒരു വൈബ് ബ്രോയാണ് നമ്മുടെ. കാരണം സാധാരണ നോർമൽ ഷൂട്ട് വെച്ച് നോക്കുമ്പോൾ എല്ലാത്തിനും ലാഗുണ്ട്, പക്ഷേ ജിത്തു ബ്രോൻ്റെ ഷൂട്ടിന് ഒരു ലാഗും ഇല്ല. എന്ന് ജിത്തു ബ്രോ അത് ചെയ്തു, എല്ലാം ചെയ്തു. കാരണം എല്ലാം ഞങ്ങളുടെ കൂടെ ഇന്ന് ചെയ്തു. വളരെ നൈസായിരുന്നു ജിത്തു ബ്രോ. പിന്നെ പ്രത്യേകത എന്ന് പറയുന്നത്, ജിത്തുവിൻ്റെ ഒരു പ്രധാന എല്ലാവർക്കും കാണാത്ത ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, വിഗ് വെക്കേണ്ടി വന്നില്ല. വെർജിൻ ഹെയറിലാണ് ഞാൻ ഈ ഹെയർ സ്റ്റൈൽ ചെയ്തത്. അതമ്മ പറഞ്ഞു ശരിയാ, പുള്ളിക്ക് നല്ല മുടി ഉണ്ടായിരുന്നു. വിഗ് വെക്കാതെ ഒറിജിനൽ ഹെയർ ചെയ്തുകൊണ്ട് നല്ലപോലെ ഹെയർ സ്റ്റൈൽ ചെയ്യാനും പറ്റി. നല്ല ഭംഗിയായിരുന്നു അത് ബ്രോയ്ക്ക്. അതുകൂടാതെ എൻ്റെ വീഡിയോ കണ്ടിട്ട് കുറേ കമൻറ്റ് വന്നു, ഈ വീഡിയോ ഒക്കെ അൺകട്ടഡ് വീഡിയോസ് ആയിട്ട് ഇടാം, എന്ന് വെച്ചാൽ കട്ട് ചെയ്യാതെ ഇടാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എഴുതി, എന്തായാലും ഞങ്ങൾ ഈ വീഡിയോ ഒന്നും കട്ട് ചെയ്യാത്തതാണ്. ഞങ്ങൾ റെക്കോർഡ് ചെയ്ത എല്ലാ വീഡിയോയും ഞങ്ങൾ ഇതിനകത്ത് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കുറേ കോമഡി സീൻസും എല്ലാം നിങ്ങൾക്ക് കാണാം. ഇപ്പം ജിത്തു ബ്രോൻ്റെ മേക്കപ്പിന് സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മേക്കപ്പ് ചെയ്യുന്ന സ്ട്രെസ്സ് ആർക്കും ഇല്ലായിരുന്നു. ഇപ്പം മേക്കപ്പ് ചെയ്യുന്നവർക്കാണെങ്കിലും സ്റ്റാഫുകൾക്കാണെങ്കിലും ഒന്നുമില്ലായിരുന്നു. ജിത്തു ബ്രോ ഭയങ്കര കോമഡിയൊക്കെ അടിച്ച്, ഞങ്ങൾ ജിത്തു ബ്രോനെ കളിയാക്കുന്നു, ജിത്തു ബ്രോ ഞങ്ങളെ കളിയാക്കുന്നു. ഞങ്ങൾ ഫുള്ള് കോമഡി ആയിട്ട് ആ മേക്കപ്പ് തീർന്ന് എങ്ങനെയാണെന്ന് പോലും അറിയത്തില്ല, ഷറേന്ന് തീർന്നു. ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും. അതുകൂടാതെ വേറൊരു സ്പെഷ്യാലിറ്റി വീഡിയോ കൊണ്ട്, അത് നിങ്ങൾ നല്ലപോലെ നോട്ടീസ് ചെയ്യുന്നവർക്കേ അത് മനസ്സിലാകത്തുള്ളൂ. ജിത്തു ബ്രോന് നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട്, ഞങ്ങളുടെ അമ്മയെക്കാട്ടി നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് അമ്മയ്ക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അത് അവസാനം അമ്മ സ്റ്റൂളിൻ്റെ മണ്ടയ്ക്ക് ഇരുന്നാണ് ജിത്തു ബ്രോയെ മേക്കപ്പ് ചെയ്താൽ. അത് ചിലർക്ക് മാത്രമേ കണ്ടുപിടിക്കാൻ വെക്കത്തുള്ളൂ, സൂക്ഷിച്ചു നോക്കണം. അത് ശരിയാ, ഇവൻ പറഞ്ഞത് കറക്റ്റാണ്. ഞാൻ മേക്കപ്പ് ചെയ്യാൻ ഫേസിലെത്തിയിട്ട് എനിക്ക് എത്താൻ പറ്റുന്നില്ല. പിന്നെ ഒരു ചെറിയ സ്റ്റൂള് പോലത്തെ ഒരു സാധനം ഇട്ടതിന് ശേഷം അതിൻ്റെ പുറത്ത് നിന്നാണ് ഞാൻ മേക്കപ്പ് ചെയ്തത്. എന്നിട്ട് ആ വീഡിയോ എടുക്കാൻ പറ്റുന്നുള്ളൂ. മറ്റേത് ഞാൻ താഴെ നിന്നപ്പോഴത്തേക്ക് ഫേസിൻ്റെ അവിടെ എൻ്റെ ബ്രഷ് ഒന്നും മൂവ് ആവാത്ത രീതിയിലായിരുന്നു. ഞാൻ ആ സ്റ്റൂളിൻ്റെ പുറത്ത് നിന്നപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോക്കകത്ത് എവിടെയെങ്കിലുമൊക്കെ കാണാൻ പറ്റും ആ സ്റ്റൂളിൻ്റെ പുറത്ത് ഞാൻ നിൽക്കുന്നത്. ഇനി സ്വല്പം നേരം നമുക്ക് മേക്കപ്പിനെ കുറിച്ച് സംസാരിക്കാം. ജിത്തുവിന് മേക്കപ്പ് ചെയ്യാൻ ഉദ്ദേശിച്ചതിൻ്റെ മെയിൻ കാരണം തന്നെ, ഞാൻ കുറച്ച് വെറൈറ്റി പ്രോഡക്റ്റുകൾ മേടിച്ച്, നമുക്ക് സാധാരണ ബ്രൈഡിന് ചെയ്യുന്ന കൂടാതെ കുറച്ച് നമ്മൾ ഈ ആ ലൈറ്റ് അടിക്കുമ്പോൾ ഒരു ഷൈനിങ് ലുക്കിൽ ഫേസ് തിളങ്ങത്തക്ക രീതിയിലൊക്കെ ഉള്ള കുറച്ച് എക്സ്ട്രാ പ്രോഡക്റ്റുകൾ മേടിച്ച്. അപ്പം ഇത് നമുക്ക് ഒരു ഇങ്ങനെയുള്ള വീഡിയോയ്ക്ക് നല്ല എറിക്കുന്നുണ്ടോ എന്നും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മേക്കപ്പ് ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. നമുക്ക് ഒരു ഗ്ലാസ് ലുക്കിൽ നമുക്ക് ലൈറ്റ് അടിക്കുമ്പോൾ നല്ല രീതിയിൽ തിളങ്ങി കവളൊക്കെ കിട്ടത്തക്ക രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ, എത്രമാത്രം കവർ ആവുന്നുണ്ട്, ഇതെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാനും കൂടിയാണ് ഞാൻ ഈ ഒരു മേക്കപ്പ് ഇപ്പം മെയിനായിട്ട് ചെയ്യാൻ കാരണം. ഈ മേക്കപ്പ് ജിത്തുവിന് നന്നായിട്ട് എറിച്ചു. എനിക്ക് ഒരുപാട് ഓപ്പൺ ഫോൾസ് പോലെ ഫീൽ ചെയ്ത ഭാഗങ്ങളെല്ലാം കവർ ചെയ്യാൻ പറ്റിയെന്നാണ്. എനിക്ക് നല്ല രീതിയിൽ അത് കവർ ചെയ്ത് മാറ്റി നല്ല രീതിക്ക് ഒരു ഓക്കെ ആക്കി ഒരു ഷൈനിങ് ലുക്ക് കൊണ്ടുവരാൻ പറ്റിയെന്നാണ്. യെസ്, വളരെയധികം ശരിയായിരുന്നു അത്. കാരണം എൻ്റെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ ജിത്തു ബ്രോ നിന്ന് തിളങ്ങിയായിരുന്നു. ഫോട്ടോ ഒക്കെ എടുത്തപ്പോൾ നിന്ന് തിളങ്ങുമായിരുന്നു. കാരണം ആദ്യം വന്ന ജിത്തു ബ്രോ അല്ലായിരുന്നു. ആദ്യം വന്നപ്പോൾ മിഷൻ താടിയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അതെല്ലാം ക്ലീൻ ഷേവ് ചെയ്ത് സെറ്റാക്കി മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒന്നും പറയാനില്ല. നാട്ടിലെ പുഷ്പലത ചേച്ചിയുടെ ഓരോരോ കഴിവുകളെ. അപ്പോൾ അതുകൂടാതെ ജിത്തു ബ്രോ ഇത് കാണുന്നുണ്ടെങ്കിൽ ജിത്തു ബ്രോ എന്തായാലും യൂട്യൂബിൽ കമൻറ്റ് ഇടണം. ഞങ്ങളോട് വർക്ക് ചെയ്തതിൻ്റെ, ഞങ്ങളോട് സംസാരിച്ചതിൻ്റെയൊക്കെ ഒരു എക്സ്പീരിയൻസ് റിവ്യൂ ആയിട്ട് ഇടണം. ഞങ്ങൾ യൂട്യൂബിൽ എന്തായാലും അത് പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. അതവൻ പറഞ്ഞ കറക്റ്റാ. ജിത്തു ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം ജിത്തു തീർച്ചയായിട്ടും കമൻ്റായിട്ട് ഇടണം. പിന്നെ ഞങ്ങൾക്ക് ഈ വർക്കിൽ വന്നൊരു ഫോൾട്ട് എന്ന് പറയുന്നത്, ജിത്തുവിൻ്റെ സെയിം ബ്ലൗസ്, സാരിയുടെ ബ്ലൗസ് മിസ്സായിപ്പോയി. മിസ്സായി പോയപ്പം കയ്യിലിരുന്ന ഏതോ ഒരു ബ്ലൗസ് എടുത്താണ് സാരി
സെറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ ഇത് മാച്ച് ആവുമോ ഇല്ലയോ എന്നൊക്കെ കുറേ ടെൻഷനായിരുന്നു. ഒരുങ്ങി വന്നപ്പം ഞങ്ങൾ വിചാരിച്ചത്ര ഒരു പ്രോബ്ലം അതിന് ഫീൽ ചെയ്തില്ല. അപ്പൊ ഇതിനെയാണല്ലേ അമ്മ നമ്മൾ കോൺട്രാസ്റ്റ് ബ്ലൗസ് എന്ന് പറയുന്നത് അല്ലേ അമ്മ? അങ്ങനെയും പറയാം. അങ്ങനെ നമുക്ക് അനുമാനിക്കാം. പിന്നെ നമ്മുടെ കുട്ടിത്തം, നമ്മുടെ കൊച്ചു മനസ്സുള്ള പിള്ളേരുടെ മനസ്സുള്ള നമ്മുടെ സ്വന്തം സ്റ്റാഫ് ചോട്ടുവിൻ്റെ കുറച്ച് കുസിതങ്ങളാണ് അവിടെ ബാക്കി നടക്കുന്നത്. ഓ എന്തായി എക്സ്പ്രഷൻ. അങ്ങനെ ഞങ്ങളുടെ 1 മണിക്കൂറത്തെ സാരി ഉടുപ്പ് ഒക്കെ കഴിഞ്ഞ് ബ്രോനെ സാരിയെ കൊടുത്ത് സെറ്റാക്കി ഇച്ചിരി ഡ്രാപ്പിംഗ് വർക്കൊക്കെ ഉണ്ട്, അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ അമ്മ. ഓ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് അതിൻ്റെ ഇടയ്ക്കെല്ലാം ഇവിടെ കളയാക്കിക്കൊണ്ടും ചിരി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ബാക്കിലൊക്കെ ക്യാമറയുടെ ബാക്കിൽ സ്റ്റാഫുകളൊക്കെ ചിരിയോട് ചിരി. ഫുൾ രസമായിരുന്നു. ജിത്തു ബ്രോൻ്റെ കോമഡിയും, അമ്മ കോമഡി അടിക്കുന്നു, ജിത്തു ബ്രോ കോമഡി അടിക്കുന്നു, രണ്ടുപേരും ഒരുമിച്ച് കോമഡി അടിക്കുന്നു. ഇത് രണ്ടും കേട്ടിട്ട് മലയാളം മനസ്സിലാകാത്ത നമ്മുടെ ചോട്ടു ഇരുന്ന് ചിരിക്കുന്നു. എന്തിനാണ് എന്തോ. പിന്നെ സാരിയുടെ കാര്യം പറയാനാണെങ്കിൽ ഞങ്ങൾ വിചാരിച്ച പോലെ ഒന്ന് ഒതുങ്ങി കിട്ടുന്ന സാരി ആയിരുന്നില്ല. പിന്നെ ഞങ്ങൾ കൊച്ചു കൊച്ചു പ്ലീറ്റ് എടുത്തതിന് ശേഷം അയൺ ചെയ്ത് ഷേപ്പ് ആക്കി എടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഹെയർ സ്റ്റൈലിൻ്റെ കാര്യം ആണെങ്കിൽ പിന്നെ പറയണ്ടല്ലോ, നമ്മൾ ബ്രൈഡ്സിന് ചെയ്യും പോലെ ബ്ലോ ഡ്രൈയും ക്രിമ്പും എല്ലാം കൊടുത്ത് നീറ്റാക്കിയതിന് ശേഷമാണ് ഹെയർ സ്റ്റൈൽ ചെയ്തത്. എൻ്റെ മുടിക്ക് കുറച്ച് ഇറക്കം കിട്ടാൻ മാത്രം ചെറിയ രീതിയിൽ ഒരു എക്സ്റ്റൻഷൻ വെച്ചിട്ടുണ്ടെന്നല്ലാതെ ഫുൾ ഹെയറും ജിത്തുവിൻ്റെ തന്നെ ആയിരുന്നു. ഹെയർ സ്റ്റൈൽ 3-4 ടൈപ്പ് ഞങ്ങൾ ചെയ്ത് നോക്കിയിട്ട് അതിൽ ഇഷ്ടപ്പെട്ട, ജിത്തുവിനും കൂടെ ഇഷ്ടപ്പെട്ട ഒരു ഹെയർ സ്റ്റൈലാണ് ഞങ്ങൾ ഫിക്സ് ചെയ്തത്. ആ ഹെയർ സ്റ്റൈൽ നിങ്ങൾ കണ്ടു നോക്കാം, നല്ലതാണ്. നമ്മുടെ ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മൾ ഓപ്പൺ ഹെയർ സ്റ്റൈലാണ് ചെയ്തത്. പകുതി ഇയർ ടു ഇയർ സെക്ഷൻ എടുത്ത് ബാക്കിലോട്ട് കൊണ്ടുവന്ന് പിൻ ചെയ്ത് വെച്ചതിന് ശേഷം ഫ്രണ്ടിൽ ചെറിയൊരു ബോക്സ് എടുത്ത് ഒരു ട്വിസ്റ്റ് ചെയ്ത് എസ് വളവ് പോലെ കൊണ്ടുവന്നിട്ട് നമ്മൾ ചെവിയുടെ ബാക്കിൽ പിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഫ്ലവർ സെറ്റിങ് നോക്കിയാൽ മുല്ലപ്പൂ മാത്രമേ ഞാൻ സെറ്റ് ചെയ്തോളൂ. അതും റൗണ്ട് ഷേപ്പിലാണ് മുല്ലപ്പൂ വെച്ച. ആദ്യം ഫ്രണ്ടിലോട്ടൊക്കെ വെച്ച് നോക്കി, 2-3 സ്റ്റൈലിൽ നോക്കി. പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഫ്ലവർ സെറ്റിങ്ങാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇതാണ് ഫിക്സ് ചെയ്തത്. ഹെയർ സ്റ്റൈലല്ല, ഫ്ലവർ സെറ്റിങ്ങിലാണ്. ഇതാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഞാൻ ഇവർക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ ആയിട്ട് ഞാൻ നേരെ ഷോപ്പിലോട്ട് വരുമ്പോൾ ആദ്യം കാണുന്നത് നല്ല ഹെയറൊക്കെ സെറ്റ് ചെയ്ത് മാറ്റിയൊക്കെ ഇട്ടേക്കുന്ന ജിത്തു ബ്രോനെയാണ്. ഞാൻ കണ്ടപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു നാടൻ കന്നിപ്പെണ്ണി നിൽക്കുന്നു. അതേപോലെ ബ്രോനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് ഞാൻ ചെയ്ത ഓർണമെൻറ്റ്സ് വീഡിയോയുടെ ഒരു ഡിസ്പ്ലേ ആണ് നമ്മുടെ സ്വന്തം ജിത്തു ബ്രോ. കാരണം ഞാൻ പറഞ്ഞ മാട്ടി, ഞാൻ നിങ്ങൾക്ക് 5 പിക്ക് ചെയ്ത് കാണിച്ചു തന്നില്ലേ, അതിനകത്ത് ഒരു മാട്ടിയും ഒരു ഉഡ്യാണമൊക്കെ ഇട്ടുകൊണ്ടാണ് നമ്മുടെ ഉഡ്യാണം സുരേഷിനൊന്നും ആരും മറന്നില്ലെന്ന് കരുതുന്നു. അതേപോലത്തെ ഒരു ഉഡ്യാണമൊക്കെ ഇട്ടുകൊണ്ടാണ് നമ്മുടെ ജിത്തു ബ്രോ നിൽക്കുന്നത്. ഞങ്ങളെല്ലാം ജിത്തു ബ്രോന് ചേരുന്ന ഒരു ടൈപ്പ് മാട്ടിയും ഒരു ഉഡ്യാണാണ് ജിത്തു ബ്രോന് സെറ്റ് ചെയ്ത് കൊടുത്തത്. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു ഞങ്ങൾ. ഇപ്പം നിങ്ങൾ കാണുന്നത് നമ്മുടെ മേക്കപ്പിൻ്റെ അവസാന ഘട്ട ഒരു ചെറിയ അറേഞ്ച്മെൻറ്റുകളൊക്കെയാണ്. കാരണം പ്ലീറ്റ് നന്നായിട്ട് നമ്മൾ ചെറിയ പ്ലീറ്റ് അയൺ ചെയ്ത് വെച്ചില്ലേ, അതെല്ലാം നന്നായിട്ട് അടുക്കി ഉഡ്യാണം സെറ്റ് ചെയ്തതിന് ശേഷം ഒന്നിന് പുറകെ ഓരോ മാലകളായിട്ട് സെറ്റ് ചെയ്ത്, പിന്നെ വള ഇടാൻ കുറച്ച് ടാസ്ക്കായിരുന്നു. ഒരു പിരിയുള്ള വള ഉണ്ടായിരുന്നു, അത് ആണ് കയറ്റിയത്. മിക്കവാറും എനിക്ക് ഇങ്ങനത്തെ മേക്കപ്പിൽ മിക്കവാറും ടെൻഷൻ ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് പറയട്ടെ, എത്ര വലിയ വള വാങ്ങി വെച്ചാലും ജെൻസിന് കൈക്ക് അത് ഒതുങ്ങി കിട്ടത്തില്ല. ലേഡീസുകളുടെ കൈയുടെ ഏറ്റവും വലിയ അളവെടുത്താലും ജെൻസിനത് കറക്റ്റായിട്ട് കയറാൻ ഭയങ്കര പാടാണ്. ഇത് ഒരാൾക്കുള്ള കാര്യമല്ല, മൊത്തത്തിൽ വരുന്ന ഇവിടെ മിക്കവാറും മേക്കപ്പ് കഴിയുമ്പോൾ ഈ വളയുമായിട്ട് ഇവിടെ ഞങ്ങൾ അടിപിടി കൂടുകയാണ് പതിവ്. കാരണം എന്ന് വെച്ചാൽ ഗ്ലാസ് കവർ ഇട്ട് കയറ്റി നോക്കും, മോയ്സ്ചർ ഇട്ട് കയറ്റി നോക്കും, കയ്യിൽ കയറത്തില്ല. പിന്നെ എല്ലാം ഒതുക്കിയതിന് ശേഷം നമ്മൾ ഔട്ട്ഡോർ ഷൂട്ടിനായിട്ട് തൊട്ട് ഓപ്പോസിറ്റുള്ള ഷോപ്പിൻ്റെ ഒരു കാർ പാർക്കിംഗ് ഏരിയയിലാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത്. അപ്പോൾ സോറി കേട്ടോ, ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് അമ്മയുടെ ഭാഗം റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെറുതായിട്ടൊന്ന് പാട്ടൊക്കെ ഒന്ന് പാടി. അതിൻ്റെ ഒരു മൂളലൊക്കെ അതിനകത്ത് കിട്ടിയെന്ന് തോന്നുന്നു. എനിക്ക് എന്തായാലും നല്ല പേഷ്യന് കിട്ടിയിട്ടുണ്ട്. ഇത്രയും നേരം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ജിത്തു ബ്രോയെ പറ്റിയാണ്. ഇത് റിയൽ OG അരവിന്ദ് ഫോട്ടോഗ്രാഫർ. ഈ മച്ചാൻ എന്ന് പറഞ്ഞാൽ ഒരു പൊളി മച്ചാനാണ്. ഈ മേക്കപ്പ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ജിത്തു ബ്രോയുടെ കൂടെ നിന്ന് ചളി അടിക്കുന്നതാണ് ഈ അരവിന്ദ് ബ്രോ. ചളി എന്ന് പറഞ്ഞാൽ ചളി, ഇതൊക്കെയാണ് ചളി. ബ്രോ അടിക്കുന്ന ചളിയൊക്കെ കേൾക്കണം. ഈ ബ്രോയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഈ ബ്രോയ്ക്ക് ഡ്രോൺ ഷൂട്ട് എടുക്കാൻ ഡ്രോണിൻ്റെ ആവശ്യമില്ല. കാരണം പുള്ളിക്കാരൻ പറന്നും ചാടിയൊക്കെയാണ് ഷൂട്ട് എടുക്കുന്നത്. സാധാരണ ഈ ലേഡീസിന്റെ സാരി കൊടുത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ സാരി ഒന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ മേക്കപ്പ് ചെയ്യുന്ന ആളാണ് വന്ന് റെഡിയാക്കി തരുന്നത്. ഈ ബ്രോ ഷൂട്ട് എടുക്കുന്നു, സാരി മാറിയ ബ്രോ തന്നെ പോയി ശരിയാക്കുന്നു, ബ്രോ വീണ്ടും ഷൂട്ട് എടുക്കുന്നു. എൻ്റെ പൊന്നോ കിടിലൻ മച്ചാൻ. ഫോട്ടോഗ്രാഫർ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ വേണം, കിടിലൻ മച്ചാനായിരുന്നു. ഇങ്ങനെ ഷൂട്ടിംഗ് ഒക്കെ കണ്ട് അപ്പുറത്തെ ചേച്ചിമാരൊക്കെ വന്ന് നോക്കുന്നുണ്ട്. എല്ലാവരും ജിത്തു ബ്രോൻ്റെ ഫ്രാൻസായി. അപ്പോൾ ഇതുകൂടാതെ നമ്മുടെ ചമയവിളക്കിൻ്റെ സാധനങ്ങൾ എടുക്കാൻ പോയതിൻ്റെ ഒരു മിനി ഷോപ്പിംഗ് വ്ളോഗ് ഇതിൻ്റെ പുറകെ തന്നെ വരുന്നുണ്ട്. അതിപ്പം എഡിറ്റിങ്ങിലാണ്.
അപ്പോൾ ഇത് ഞങ്ങൾ എഡിറ്റ് ചെയ്ത് ഉടനെ ഇടാൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് ഞാൻ വീഡിയോ നിർത്തുന്നു. ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.